റായ്ബറേലിയിലും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയപ്പോഴാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത്. വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ച സാഹചര്യത്തിൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഭരണഘടന കയ്യിൽ പിടിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഈ കാപട്യം റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ തുടങ്ങിയതാണ്. വയനാട് വോട്ടെടുപ്പ് തീരും വരെ റായ്ബറേലി മത്സരം മറച്ചുവെച്ചു. അവസാന നിമിഷമാണ് അവിടെ പത്രിക നൽകിയത്. നരേന്ദ്രമോദിയെ അവഹേളിക്കാനും പരിഹസിക്കാനും അത്യുത്സാഹം കാട്ടിയ രാഹുൽ തന്ത്രപൂർവ്വമാണ് കുടുംബത്തെ ഒന്നടങ്കം പാർലമെന്റിൽ എത്തിക്കാൻ തന്ത്രം മെനഞ്ഞത്. തന്റെ അമ്മയെ രാജസ്ഥാൻ വഴിയാണ് ഡൽഹിയിൽ എത്തിച്ചത്. 6 വർഷത്തേക്ക് അവരുടെ കാര്യം നോക്കേണ്ടതില്ല. വയനാട് ഒഴിയുന്ന കാര്യം ഡൽഹി യോഗം ചേർന്ന് തീരുമാനിച്ചതായി വരുത്തിവെച്ചു. വയനാട് വഴി പെങ്ങൾ പ്രിയങ്കയും ഡൽഹിയിൽ എത്തിക്കുകയാണ് പദ്ധതി. എങ്ങനെയുണ്ട് രാഹുലിന്റെ ബുദ്ധി? രാഹുൽ വയനാട് വന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ? മോദിയോട് പരമാത്മാവ് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല. കാരണം ഞാൻ സാധാരണ മനുഷ്യനാണ്. ജനങ്ങളാണ് എന്റെ ദൈവം. പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ്. എനിക്ക് അങ്ങനെയല്ല. ഞാൻ ജൈവികമായി ഉണ്ടായ ആളല്ലെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ആ തീരുമാനവും താൻ എടുക്കുന്നില്ല എന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച് പരമാത്മാവ് തീരുമാനമെടുക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുക്കുന്നത്. പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം വിമാനത്താവളങ്ങളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തു. ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ നടന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നതാണ് ഭരണഘടന. കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും, മലയാളം സംസാരിക്കാൻ സാധിക്കും, ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും. ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് എന്നും രാഹുൽ പറയുന്നു. ഈ ഭരണഘടനയാണ് തന്റെ മതമെന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. 10 വർഷം രാജ്യം ഭരിച്ചിട്ടും ഭരണഘടനയ്ക്ക് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. എന്നാൽ കോൺഗ്രസ് സർക്കാരുകൾ എത്ര തവണ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി മാറ്റിമറിച്ചു. പ്രിയങ്കയെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിൽ വലിയ മൊഞ്ചല്ലാണ് കോൺഗ്രസിനേക്കാൾ ലീഗുകാർ. ആ അമ്മയാണ് സ്ഥാനാർത്ഥിയെ വേണ്ടതെന്നാണ് ലീഗുകാരുടെ അഭിപ്രായം. KC വേണുഗോപാലും അത്യുത്സാഹത്തിലായിരുന്നു. രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു പ്രവർത്തകർക്കെന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുന്നുവെന്ന പ്രഖ്യാപനം വന്നതോടെ പ്രിയങ്കയുടെയും രാഹുലിന്റെയും ചിത്രമായി സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം സ്റ്റാറ്റസ്. റായ്ബറേലിയിലെ രാഹുൽ ജയിച്ചപ്പോൾ ഇത്തവണ വയനാട് ഒഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. വയനാട് തന്റെ കുടുംബമാണെന്ന് രാഹുൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിനാൽ അത്ര എളുപ്പത്തിൽ രാഹുലിന് വയനാട് ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന നേതാവായാണ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ കാണുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം രാഹുലിന് വയനാട്ടിൽ തുടരാൻ അനുകൂലമായിരുന്നില്ല. ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ: പ്രിയങ്ക മത്സരിക്കുമോ ഇല്ലയോ? അതിനുത്തരമായതോടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ്. രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ പ്രഖ്യാപനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ വയനാട്ടിൽ ഉണ്ടാവുക എന്നാണ് ടി സിദ്ദിഖ് MLA പറയുന്നത്. ധീര വനിതയായിരുന്നു ഇന്ദിര. അവരുടെ ധൈര്യവും സ്നേഹവും കരുതലുമുള്ള രാഷ്ട്രീയ നേതാവാണ് പ്രിയങ്ക. ഞങ്ങൾ 1-2 മാസം കൂടുമ്പോൾ ഡൽഹിയിൽ പോയി വയനാടിന്റെ കാര്യങ്ങൾ രാഹുലുമായി ചർച്ച ചെയ്തിരുന്നു എന്നാണ് സിദ്ദിഖ് പറയുന്നത്. പല യോഗങ്ങളിലും പ്രിയങ്കയും പങ്കെടുക്കും. അവർ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ വിശദീകരണം നടത്തും. വയനാട്ടിൽ നിരവധി തവണ അവർ വന്നിട്ടുണ്ട്. വയനാടിന്റെ വികസന പ്രവർത്തനങ്ങളും ജനകീയ പ്രശ്നങ്ങളും അവർക്കറിയാം. അവർ വയനാടിനെ അറിയുന്ന നേതാവാണ്. ദേശീയ നേതൃത്വത്തിനൊപ്പം വയനാട് നിൽക്കുന്നത് മണ്ഡലത്തിന് വലിയ നേട്ടമുണ്ടാകും. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5 ലക്ഷത്തിലധികമായിരിക്കുമെന്നാണ് അഭിപ്രായം. പ്രിയങ്ക താഴെത്തട്ടിലുള്ള ജനങ്ങളെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ആളാണെന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും IC ബാലകൃഷ്ണൻ MLA പറയുന്നു. രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷമാണ് നരേന്ദ്രമോദിയും സ്മൃതി ഇറാനിയുമെല്ലാം രാഹുലിനെ ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിച്ചെന്ന കല്ലുവെച്ച നുണയും വിളമ്പുന്നു. പ്രിയങ്ക പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമെന്നാണ് ഭർത്താവ് റോബർട്ടിന്റെ അഭിപ്രായം. വൈകാതെ സ്ഥാനമുണ്ടെന്ന് റോബർട്ട് വദ്രായും പറയുന്നുണ്ട്.